അതെ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായിരുന്നു. ആ അനുസ്മരണ പരിപാടി നല്ല നിലയിൽ അന്നിവിടെ നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും വളരെ വിശദമായി തന്നെ അന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ EV ശ്രീധരൻ്റെ നാമധേയത്തിൽ EV ശ്രീധരൻ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്ത ശേഷമുള്ള ആദ്യത്തെ അവാർഡ് നൽകുന്ന ചടങ്ങാണിത്. ഈ അവാർഡ് നമ്മൾ നൽകുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച, കേരളം വളരെ ആദരവോടുകൂടെ കാണുകയും വിലയിരുത്തുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ മാത്രമല്ല കവിയും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ G. സുധാകരനാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ രണ്ട് പ്രത്യേകതകളാണ് ഈ സമ്മേളനത്തിനുള്ളത്. ശ്രീ EV ശ്രീധരൻ ആരായിരുന്നുവെന്ന് ഇവിടെ ഡോക്ടർ ശ്രീ വേണുഗോപാൽ ഹ്രസ്വമായിട്ടാണെങ്കിലും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായത്. അദ്ദേഹം സ്ഥിരമായി ഞാൻ വീക്ഷണ ദിനപത്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്നു. കേരളത്തിലെ ഏറ്റവും കാരണം വീക്ഷണം ഇടയ്ക്ക് മുടങ്ങിപ്പോയായിരുന്നു. ഞാൻ KPCC പ്രസിഡൻ്റായി 2004 വന്ന കാലഘട്ടത്തിൽ അത് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അന്ന് ഏതാണ്ട് 1,00,000 കോപ്പിയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. അന്ന് വാർഷിക പതിപ്പുകളിൽ ലേഖനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലേഖനങ്ങൾ തരികയും ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്ഥിരമായി വീക്ഷണത്തിൽ രാഷ്ട്രീയ വിമർശകൻ എന്ന നിലയിൽ ലേഖനങ്ങൾ എഴുതാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. വളരെ ഈടുറ്റ ലേഖനങ്ങളായി. വാസ്തവത്തിൽ അതെല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമാക്കാവുന്നതാണ്. വീക്ഷണത്തിൽ വന്ന ആ ലേഖനങ്ങളെല്ലാം ചേർന്ന് അത് ഇന്ദ്രബാബു വിചാരിച്ചാൽ നമുക്കൊരു പുസ്തകമായിട്ട് ഇറക്കാമെന്ന് ചോദിക്കുക. വളരെ 3-4-5 വർഷം സ്ഥിരമായി അദ്ദേഹം ലേഖനങ്ങളായി അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാൻ തന്നെ ആരംഭിച്ച പ്രിയദർശിനി പബ്ലിക്കേഷൻസിനോട് ഞാനത് പറഞ്ഞതാണ്. വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വിമർശനങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളായിരുന്നു വീക്ഷണത്തിൽ അദ്ദേഹം അന്ന് എഴുതിക്കൊള്ളുന്നത്. ആ കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അപജയത്തെ സംബന്ധിച്ചും ഇത്ര മനോഹരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞതുപോലെ മാർക്സിസത്തെപ്പറ്റി ഏറ്റവും നല്ല ജ്ഞാനമുള്ള, അറിവുള്ള, പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം കടന്നു വന്ന ജനിച്ച സാമൂഹിക സാഹചര്യങ്ങളും കടന്നു വന്ന പ്രദേശത്തിൻ്റെയുമൊക്കെ പ്രത്യേകതയാകാം ഒഞ്ചിയം പോലൊരു പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എതിരില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഒഞ്ചിയ സഖാക്കൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഓർമ്മിക്കുന്ന രക്തസാക്ഷികളാണ്. ഒരുപക്ഷെ ആ സ്ഥലത്തു നിന്ന് കടന്നു വന്നുകൊണ്ടാകാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനും അവരുടെ അപജയങ്ങൾ, കേരള കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ളൂ. അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിൽ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് നിലവിൽ ഉള്ളത്. പണ്ട് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴെല്ലാം അവിടെ CPM-ഉം CPI-യും, CPM-നേക്കാൾ കൂടുതൽ CPI-ക്ക് സ്വാധീനമുണ്ടായിരുന്ന ബീഹാറും മണിപ്പൂരും അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ധാരാളം MLA-മാരുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
തെലങ്കാന പ്രക്ഷോഭത്തിൻ്റെയൊക്കെ മുമ്പ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വിലയിരുത്തൽ നടത്താൻ ഇവിക്ക് സാധിച്ചു എന്നുള്ളതൊരു സത്യമാണ്. അദ്ദേഹം എഴുതിയ കേരള കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലകൊള്ളുന്നത്, ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഈ വേദി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ജി സുധാകരനും സി പി ജോണും അതിന് നേർസാക്ഷികളാണ്. അപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അബദ്ധങ്ങളും പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങളും മാത്രമല്ല, തൊഴിലാളി വർഗ പാർട്ടി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും നമുക്ക് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വയം ചർച്ച ചെയ്യുകയും അത് തിരുത്തുകയും ചെയ്യുന്ന അവരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റു പാർട്ടികൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. പലപ്പോഴും അതിനെ നമ്മളൊക്കെ ആദരവോട് കൂടി കണ്ടിട്ടുണ്ട്. പ്രസ്ഥാനമെടുത്ത നിലപാടുകൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവവും, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള നടപടികളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചു വരുന്ന ഒരു പ്രത്യേകതയാണ്. ആ തെറ്റുതിരുത്തൽ പ്രക്രിയ പോലും ഇന്ന് പാർട്ടിയിലില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ദുര്യോഗം. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൂർഷ്വാ പാർട്ടികളില്ലാത്ത ഒന്നാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളതെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരിക്കുന്ന ആശയപരമായ തെറ്റുകളും അല്ലെങ്കിൽ ആശയപരമായ ഭ്രംശങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയില്ലായ്മയും പരിപാടികളിലുള്ള ദൃഢതയില്ലായ്മയും കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. കൽക്കട്ട തീസിസ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരുകയല്ല ദുർബലപ്പെടുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ആ നിലപാടുകൾ എത്രമാത്രം സ്വീകരിക്കാൻ സാധിച്ചു, എത്രമാത്രം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു, പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം ഇ.വി. ശ്രീധരൻ നേരത്തെ കണ്ട വ്യക്തിയായിരുന്നു. ഇ.വി. ശ്രീധരൻ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. നമ്മളോടൊക്കെ എല്ലാ കാര്യവും തുറന്നു പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നോട് തന്നെ ധാരാളം അവസരങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്നോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോൾ അത് മുഖംമൂടിയില്ലാതെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ചില ആളുകൾ നമ്മളെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാത്ത തോരണങ്ങൾ നമുക്ക് ചാർത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ സന്തോഷിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെ വിമർശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇ.വി. പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ആസ്വാദകരമായിരുന്നു. പലപ്പോഴും അതൊക്കെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. നമ്മളൊക്കെ ചില ഭരണാധികാരികളായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളും തെറ്റാണെങ്കിൽ നമ്മളോട് വിളിച്ച് പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു. അപ്പോൾ അത്രമാത്രം എഴുതാനുള്ള കഴിവ്, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് മാത്രമല്ല, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഇവിടെ ഡോക്ടർ വേണുഗോപാൽ വിശദമായി അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ അവാർഡ് നൽകുന്ന ശ്രീ ജി സുധാകരനാണ്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പരിശോധിച്ചാൽ ആദ്യത്തെ അന്ന് KSFൻ്റെ പ്രസിഡൻ്റായും ആദ്യത്തെ SFIയുടെ പ്രസിഡൻ്റായും അതുമുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കൈകളിൽ കറപുരളാതെ രാഷ്ട്രീയ രംഗത്ത് ഒരു മാതൃകയായി നിലകൊള്ളാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇപ്പം എടുത്ത നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം പറയുന്നതല്ല. നിയമസഭയ്ക്കകത്തും
ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അഴിമതിരഹിതനായൊരു മന്ത്രി ഈ ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ ജി സുധാകരനാണ് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെയായിരുന്നു. MLA-മാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. രാഷ്ട്രീയം നോക്കാതെ, ഭരണകക്ഷി പ്രതിപക്ഷം നോക്കാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ടുകൾ ഒരുപോലെ വീതിച്ച്